ഇന്നെന്താ പതിവില്ലാത്ത ഒരു ഒരുക്കം? ഉറക്കോ? ഉറക്കമല്ല, ഒരുക്കം. ആര് പറഞ്ഞു പതിവില്ലാത്തതാണെന്ന്? വൃത്തിയും മെനയില്ലാത്തവർക്ക് മറ്റുള്ളവർ ഒരുങ്ങുന്നു കാണുമ്പോ മനസ്സിന് ചെറിയൊരു വിഷമം തോന്നും. അതിനൊക്കെ തറവാട്ടി പറക്കണം. ഓ, ഒരു തറവാടുകാരൻ വന്നിരിക്കുന്നു. എന്റെ അപ്പം തന്ന കീറ മുണ്ടും കൊടുത്ത് കന്നുകാലികളെയും വെച്ച് നടന്നു വന്നു ആരും മറന്നിട്ടില്ല കേട്ടോ. ഓവ, അങ്ങനെ നടന്ന ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അന്തസ്സല്ലേ ഈ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ലൊട്ടിലൊടുക്ക് കുട്ടി പപ്പടത്തിന് ഇതുവരെ ഞാൻ എത്തിച്ചില്ലേ? അത് നമ്മളുടെ മാത്രം കഴിവല്ലല്ലോ. അത് ഞങ്ങളുടെ മാത്രം കഴിവ് തന്നെയാ. നിങ്ങൾ കൊടുത്തയക്കുന്ന ഉണക്ക പപ്പടത്തിനും പുഴുത്ത അച്ചാറിനും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യാനാ? അതൊക്കെ നമ്മൾ ചത്തുപോകുമ്പോൾ കൊണ്ടുപോകാനല്ലല്ലോ. ആ, അതാ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന്. മനസ്സിലായ? ഞാന് കഷ്ടപ്പെട്ട് പപ്പടം പരത്തിയും ചാണകവും വാരിയും ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ? അവളിപ്പൊ ചാണക തിന്നണേ. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നേരം നമ്മൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നിരുന്നു. അല്ലോ, നീ അതിന് കരയാ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ ചാണകം പരത്ത്, പപ്പടം പരത്ത്, എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോ. രണ്ടും കൂടി കൂട്ടി കുഴക്കരുത് കേട്ടോ. ഈ സുന്ദരിനെ ഞാനൊന്ന് നോക്കി കാണട്ടെ. ഓ, നിനക്ക് എപ്പോഴും അതെ. ഓ, എന്റെ തിരുമൽ ദേവാ, നിങ്ങൾ എന്താ ഇങ്ങനെ ഉളക്ക വിഴിഞ്ഞ പോലെ നടക്കുന്നത്? നിനക്ക് തോന്നിയോ? അയ്യോ, ഇതിന്റെ കഴുത്തിലുള്ള പൗഡർ ഒരുപാടുണ്ടല്ലോ. ഒരു ടെൻ തീർത്തു. ഓ, എന്തൊരു വാസന അത്തറിന്റെ. അതും ഒരു കുപ്പി തീർത്തു. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ട്? നിങ്ങളെ മൊത്തത്തിൽ കണ്ടാൽ ഒരു കമ്പം മുറയിൽ കുത്തി നാരങ്ങാത്തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ നോക്ക് കുത്തിയാണെന്നേ തോന്നു. അത്രക്ക് സുന്ദരനാണോ നിമ്മ? എന്റെ മനുഷ്യ, നിങ്ങൾ ഇതൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പോകും. നിക്കു നിക്കു നിക്കു, സത്യത്തിൽ പറയൂ, നമ്മളെ കണ്ടാൽ വൃത്തികേടുണ്ടോ? മൊത്തത്തിൽ വൃത്തികേടാണ്. ഇപ്പൊ കുറച്ചുകൂടെ കൂടി, അത്രേ ഉള്ളൂ. കൊണ്ടാണം. അതെ, സൗന്ദര്യം ആസ്വദിക്കാൻ അതിനുള്ള മനസ്സ് വേണം. പണ്ട് നിനക്കതുണ്ടായിരുന്നു. അങ്ങനെയല്ലേ നീ നമ്മളെ ഉളുന്തുമാവ് പോലെ കുളച്ചെടുത്തത്? അതോടെ നമ്മളുടെ കഷ്ടകാലം തുടങ്ങി. വെറുതെ റോഡിൽ വണ്ടി ഓടിച്ചിരുന്ന എന്നെ ഈ വേഷവും കെട്ടിച്ച് ഇടിവണ്ടി തലയിൽ കെട്ടിവെച്ച് ഗുൽമാൽ ഉണ്ടാക്കാൻ മാത്രം നിന്റെ അപ്പനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു പണ്ടാറാം? നമ്മളെ ആരും അങ്ങനെ തലയെ കെട്ടിവെച്ചൊന്നുമല്ല. കണ്ണേ കരളെ കണ്ണുമാങ്ങിന്ന് വിളിച്ച് എത്ര പേര് എന്റെ പുറകെ നടന്നറിയാമോ? എന്റെ അപ്പനെ പഠിച്ച് എന്നെ തട്ടിയെടുത്ത കോന്തനല്ലേ നിങ്ങൾ? കോന്തനോ കാന്തനോ? കോന്തൻ. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ വെറും ഇടിവണ്ടിയല്ലേ. ആ ചന്തമുക്കിലെ മൃഗഡോക്ടർ അന്നേ എന്നോട് പറഞ്ഞതാ, നമുക്ക് ഒളിച്ചോടി പോകാം, നമുക്ക് ഒളിച്ചോടി പോകാം. എന്റെ തിരുമൽ ദേവാ, ഞാൻ അന്ന് അതങ്ങ് ചെയ്താ മതിയായിരുന്നു. ആ മൃഗഡോക്ടർ രക്ഷപ്പെട്ടു. പാവം, പുണ്യം ചെയ്ത ജന്മം. കഴിഞ്ഞ ജന്മം നമ്മൾ ഏതോ അച്ചാറുകാരിക്ക് നമ്മൾ പാര പണിഞ്ഞു. അതാണ് ഈ ജന്മം ഇങ്ങനെ. സാക്കി സംഘളിവേ. Good morning. Good morning, sir. In. അയ്യോ, സാർ എന്താ സാർ? എടോ, തനിക്കെങ്കിലും വിവരമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ചെറുപ്പക്കാരി ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോ കാലന് പോലും വേണ്ടാത്ത കുറെ വയസ്സന്മാരും താനും കൂടെ ഇരുന്ന് താളം കൊട്ടി കളിക്കുന്നത് കണ്ടപ്പോ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കാനാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്ത് വിചാരിക്കും? തനിക്ക് നല്ല പൊക്കണ്ടല്ലോ, നല്ല നിറണ്ടല്ലോ, ഈ ബുദ്ധി മാത്രം എന്തോ വളരാത്തത്. മേലിൽ ഇത് ആവർത്തിച്ചാൽ എല്ലാത്തിനും ഞാൻ ഡിസ്മിസ് ചെയ്യും. തീപ്പട്ടിക്കോളിന്റെ അത്ര വലിപ്പേ ഉള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ആരോപച്ചേവരാണെന്ന്. താൻ ആരെയും നോക്കി പേടിപ്പിക്കണേ? പോയി ആ കുട്ടിയോട് പറഞ്ഞുവിട്. വിടാ. ഓ, ഒരു മണ്ണുണ്ണി. May I come in, sir? Yes, coming. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. സാറെന്തിനാ എന്നെ വിളിച്ചത്? ഒന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ ജോലി ചെയ്യുമ്പോ നമ്മളൊന്ന് അടുത്തറിഞ്ഞിരിക്കണമല്ലോ.
പാലക്കാട്ട് എവിടെയാണെന്നാ പറഞ്ഞത്? ജനിച്ചത് പാലക്കാട്ടാണെങ്കിലും വളർന്നത് തഞ്ചാവൂരാ. തഞ്ചാവൂര് സംഗീതത്തിന്റെ നാടല്ലേ? ഉം. കുട്ടിക്ക് സംഗീതത്തിൽ വാസനയുണ്ട്. ഞാൻ നന്നായി പാടും സാർ. എനിക്കത് കണ്ടപ്പോഴേ തോന്നി. എനിക്കും സംഗീതത്തിൽ വലിയ താല്പര്യ. ചെമ്പയുടെ കച്ചേരി എവിടെയുണ്ടെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കും, ഞാൻ പോവും. പിന്നെ ഈ പുതിയ പിള്ളേരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല കേട്ടോ. സാറിന് ക്ലാസിക്കലാണോ കൂടുതൽ താല്പര്യം? അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടം അഷ്ടപതിയോടാ. ശ്രീകോവിലെ കർപ്പൂരവും ചന്ദനവും കലർന്ന ഗന്ധവും, അമ്പലത്തിന്റെ ഇടനാഴിൽ കൂടി ഒഴുകി വരുന്ന ഇടയ്ക്കയുടെ ശബ്ദവും. കൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം. പ്രേമസ്വരൂപന സ്നേഹസതീർത്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. എന്താ സാർ? എന്താണ് ആ ടൈപ്പിസ്റ്റിന്റെ പേര്? മോഹിനി. അവളോട് ഇങ്ങോട്ട് പറയാൻ പറയൂ. ടൈപ്പിസ്റ്റ് ബിസിയാണ് സാർ. ബിസിയോ? അതെ, അപ്പുറത്തെ മുറിയിലാ. പുറത്ത് വരുമ്പോ അവളോട് ഇങ്ങോട്ട് പറയാൻ പറയൂ. എന്റെ ഉടുപ്പി കൃഷ്ണ, ഈ പടുകിഴവന്മാരിങ്ങനെ ഇമ്മോറലായി പോയല്ലോ. ദ്വാരകാപുരി എവിടെ പീലിത്തിളക്കവും ഓലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ. സാർ ഗണപതി, മോഹിനിയോ ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അതെ, നമ്മൾക്ക് അനാവശ്യ ഭവ്യത തീരെ ഇഷ്ടമല്ല. ഇവിടെ മുതലാളികൾ തൊഴിലാളികൾ തമ്മിൽ മതിൽക്കെട്ടുകളില്ല, പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ. ഇരിക്കൂ. തുറന്നു പറയാമല്ലോ, നമ്മളൽപ്പ ഗൗരവക്കാരനാണ്. സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തല നിറച്ചവരാണെങ്കിലും ഈ ഓഫീസിൽ പലരും കുട്ടിയോട് കൊഞ്ചിക്കൊഴയാൻ പറയും. അങ്ങനെ ആരെങ്കിലും പെരുമാറിയാൽ നമ്മളോട് പറയണം. ആ നിമിഷം ഞാൻ ആക്ഷൻ എടുക്കും. അങ്ങനെ എന്തുണ്ടായാലും പറയാം സാർ. മര്യാദയില്ലാതെ പെരുമാറുന്നവരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, ഡയറക്ടർ ബോർഡ് യാതൊരുവിധ ദൈവവും കാണിക്കില്ല. മോഹിനി, മോഹിനി. സോറി സാർ, ഒരു നിമിഷം ഞാൻ മറ്റെവിടെയോ പോയി. എവിടെ? സാറിന്റെ നടപ്പും ഈ ഗൗരവവും സംസാരവും എല്ലാം കാണുമ്പോ എനിക്ക് സുരേഷ് ഗോപിയെ ഓർമ്മ വരിക. അതേ സ്റ്റൈൽ, അതേ ഭാവം, സ്മാർട്ട് ആൻഡ് ഹാൻസം. സാർ വെയിറ്റ് എടുക്കാറുണ്ടോ? ഇതുവരെ എടുത്തിട്ടില്ല. ഉദ്ദേശം 85 കിലോ കാണും. എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ? ശരീരത്തിന്റെ ഭാരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെയിറ്റ് ലിഫ്റ്റിംഗ് മീൻസ് എക്സസൈസ്. വെയിറ്റ് എടുത്താ ചെസ്റ്റ് നല്ല വീതി കിട്ടുമെന്ന് എന്റെ അച്ഛൻ പറയുമായിരുന്നു. സുരേഷ് ഗോപി ചേട്ടനെ പോലെ. ഞാൻ രാവിലെ നടക്കുമായിരുന്നു, ഇപ്പോ അത് നിർത്തി. നിർത്തരുത് സാർ, എക്സസൈസ് വേണം. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? ഞാനിപ്പോൾ കേൾക്കുന്നു. ഇനി പലതും കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പറഞ്ഞു തരണം. ഉം. കുട്ടിക്ക് ഏത് സമയത്തും നമ്മളുടെ ക്യാബിനിൽ വരാം. എന്താണിത് ഒരു വിരൽ? അയ്യോ, ബാങ്കിൽ കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് ടൈപ്പ് ചെയ്ത് തീർന്നിട്ടില്ല. ഞാൻ പോട്ടെ.